ഇസ്രായേൽ ക്യാബിനറ്റിൽ IDF തലവനും മന്ത്രിമാരും തമ്മിലുള്ള രൂക്ഷമായ വാഗ്വാദങ്ങളും ഏറ്റുമുട്ടലുകളും കഴിഞ്ഞ കുറച്ചു നാളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ സ്ഥിരം വാർത്തയാണ്. ഗസ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ബെന്യാമിൻ നെതന്യാഹുവും മന്ത്രിമാരുമെല്ലാം നിരന്തരം സൈനിക മേധാവി ഇയാൽ സമീറുമായി തമ്മിലടിക്കാറുള്ളത്. ഗസയിലെ ഉന്മൂലന ലക്ഷ്യങ്ങളും പിടിച്ചടക്കൽ പദ്ധതികളുമെല്ലാം പ്രായോഗികമല്ലെന്ന് സമീർ വാദിക്കും. ആഗോളതലത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകും. എന്നാൽ നെതന്യാഹുവും തീവ്ര വലതുപക്ഷ നേതാക്കളായ ഇറ്റാമർ ബെൻഗിവറും ബെസലേൽ സ്മോട്രിച്ചും ഇസ്രായേൽ കാറ്റ്സുമെല്ലാം അതിനെ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്ഥിരം രീതി. ഒടുവിൽ ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങി ദൗത്യത്തിനിറങ്ങുകയാണെന്ന മുൻകൂർ ജാമ്യാപേക്ഷയോടെ ഗസയിലെ പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കുകയാണ് സൈന്യം. പ്രമുഖ ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം സുരക്ഷാ ക്യാബിനറ്റിലെ ഈ തമ്മിലടി സ്ഥിരം വാർത്തയാക്കാറുമുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ വാർത്ത നെതന്യാഹുവും ഇതേ മന്ത്രിമാരും തമ്മിലുള്ള തമ്മിലടിയാണ്. ക്യാബിനറ്റ് വാർത്ത ചോർത്തുന്നുവെന്ന് പറഞ്ഞായിരുന്നു വാഗ്വാദവും തമ്മിലടിയും ഉണ്ടായത്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ റെഡ് ക്രോസ് സംഘം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനായിരുന്നു യോഗം ചേർന്നത്. ജയിലുകളിൽ ഫലസ്തീനികൾ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര സന്നദ്ധ സംഘം എത്തുന്നത്. എന്നാൽ റെഡ് ക്രോസ് സംഘത്തിന് സന്ദർശനാനുമതി നൽകുന്നതിനെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിവർ ശക്തമായി എതിർത്തു. ഇസ്രായേൽ പ്രിസൺ സർവീസും ഇതിനെ പിന്തുണച്ചു. വിഷയത്തിൽ ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് നെതന്യാഹു ബെൻഗിവറിനെതിരെ കടുത്ത ആരോപണം ഉയർത്തുന്നത്. ക്യാബിനറ്റ് യോഗത്തിന് മുൻപും യോഗം നടക്കുമ്പോഴും ഇസ്രായേൽ ഹായോം, ചാനൽ 12 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. ആരൊക്കെയാണ് റെഡ് ക്രോസ് സന്ദർശനത്തെ പിന്തുണയ്ക്കുന്നതെന്നും എതിർക്കുന്നതുമെല്ലാം ആ റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ബെൻഗിവറിന് നേരെ വിരൽ ചൂണ്ടി നെതന്യാഹു പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ മുന്നോട്ടു പോകാൻ താൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. അജണ്ടയിൽ പോലും ഇല്ലാത്ത വിഷയമാണ്. ഈ വിഷയം ഇനി മറ്റൊരു ഫോറത്തിൽ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് ചർച്ച നിർത്തിവെക്കുകയായിരുന്നു നെതന്യാഹു തനിക്ക് നേരെ വിരൽ ചൂണ്ടി ആരോപണം ഉയർത്തിയതോടെ ബെൻഗിവറിനും നിയന്ത്രണം നഷ്ടപ്പെട്ടു. യോഗ തീരുമാനങ്ങളെക്കുറിച്ചാണോ താങ്കൾ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സൈന്യത്തിനെതിരായ തീരുമാനങ്ങൾ താങ്കൾ ചോർത്തുന്നുണ്ട്. സൈന്യം താങ്കൾക്കെതിരെയും മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നത് പതിവാണ്. ഇങ്ങനെയായിരുന്നു ബെൻഗിവർ മറുപടി നൽകിയത്. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലെല്ലാം നെതന്യാഹുവിന് പ്രതിരോധമൊരുക്കാറുള്ള നേതാവ് കൂടിയാണ് ബെൻഗിവർ. നേരത്തെ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് സർക്കാർ വിട്ടയാളാണ്. പിന്നീട് വെസ്റ്റ് ബാങ്കിലെ സൈനിക നടപടിയും രണ്ടാം ഘട്ട ഗസ ഓപ്പറേഷനും വാഗ്ദാനം ചെയ്താണ് ബെൻഗിവർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷത്തെ നെതന്യാഹു തിരിച്ചുകൊണ്ടുവരുന്നത്. തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടിയാണ് ബന്ദികളുടെയും സൈനികരുടെയും ജീവൻ ബലികൊടുത്ത നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന വിമർശനമുയരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇപ്പോഴിതാ അതേ ബെൻഗിവറുമായി കൊമ്പ് കോർക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് നെതന്യാഹുവിന്. ഇസ്രായേൽ ഭരണകൂടത്തിൽ രൂക്ഷമാകുന്ന അഭിപ്രായ ഭിന്നതയാണ് പുതിയ സംഭവവും വെളിപ്പെടുത്തുന്നത്. ചാനൽ കാൻ 11 ആണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭയിലെ തമ്മിലടി പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ സംഭവം കൂടി പുറത്തു വന്നതോടെ ക്യാബിനറ്റ് പോലും സുരക്ഷിതമല്ലെന്ന ആശങ്ക നെതന്യാഹുവിനും മന്ത്രിമാർക്കുമുണ്ട്.